ഫസ്റ്റ് നമ്മൾ സാധാ വെള്ളത്തിൽ കഴുകണം. നോർമൽ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുറച്ച് വൃത്തിയാവും. അതിനുശേഷം ഒന്ന് ഓപ്പണായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഒന്ന് കുക്കറിൽ അതിൻ്റെ വിസിൽ ഊരി വെച്ചതിന് ശേഷം ജസ്റ്റ് ആവി കൊള്ളുന്നവരെ, ആവി പുറത്ത് പോകുന്നവരെ ഒന്ന് വേവിക്കുക എന്നുള്ളതാണ്. ഒന്ന് ചൂടായി കിട്ടുമ്പോഴേക്കും അത് ഓപ്പൺ ആയിക്കോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസിൽ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓപ്പണായി വെച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ വെള്ളവും അതെല്ലാം ഓപ്പണായി കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ചൂട് മാറിയതിന് ശേഷം അത് ഓപ്പണാക്കി നോക്കാം. ഓപ്പണാക്കി കഴിഞ്ഞാൽ ചില കടുക്കയിൽ അത് അതിൻ്റെ വേസ്റ്റും പൂപ്പലും പായലൊക്കെ കടിച്ച് പിടിച്ച് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ അതിലൊക്കെ അഴുക്കും അതൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ഫസ്റ്റ് ക്ലീൻ ചെയ്ത് റിമൂവ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ബാക്ക് വശത്ത് അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കോഴിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ വേസ്റ്റ് ഉണ്ടാകുന്ന പോലെ ഇതിനും വേസ്റ്റ് ഉണ്ടാവും. അതും ക്ലീൻ ചെയ്യാം. അങ്ങനെ മൊത്തമായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തെടുത്ത് ഇത്രയേ ഉള്ളൂ. ഒരു 2 കിലോ കടുക്കെങ്കിലും ഉണ്ടാവും. ഇതിപ്പോൾ ഒരു 500 പോലും ഉണ്ടാവില്ല. അത്രയും ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ നല്ല ടേസ്റ്റിയാണ്, അതേപോലെ ഹെൽത്തിയാണ്. 2-3 തവണ വെള്ളത്തിൽ ക്ലീൻ ചെയ്താൽ തന്നെ നല്ല വൃത്തിയായി കിട്ടും. കണ്ടില്ലേ, നല്ല വൃത്തിയായല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ അടുപ്പത്ത് വെക്കുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു, ഒന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. ചൂടായതിന് ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് ഈ കടുക്ക നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി മഞ്ഞൾ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ലൈറ്റായിട്ട് ആഡ് ചെയ്തുള്ളൂ. ഇത് കുറച്ചൊന്ന് ഫ്രൈ ആയതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നു. ഒന്ന് വീണ്ടും ഫ്രൈ ആയതിനു ശേഷം കുറച്ച് മുളകും പൊടിയും അതേപോലെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് സവാളയും പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കടുക്ക ആദ്യമേ കുറച്ച് നമ്മൾ വേവിച്ചല്ലോ. അപ്പോൾ ഇതൊന്ന് സ്ലോ കുക്കാക്കി ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ കൂടെ മസാലയൊക്കെ പിടിച്ച് വരുമ്പം കുറച്ച് സ്ലോ കുക്ക് ചെയ്യുന്നതിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയും ടേസ്റ്റിന് നമ്മൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ പൊതുവേ സ്ലോ കുക്കാണ് ചെയ്യാറ്. അപ്പം നല്ലപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പേസ്റ്റ് പോലെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് ചതച്ചിട്ടാണ് യോജിപ്പിക്കുന്നത്. അങ്ങനെ കുറച്ച് ഒന്ന് അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം അതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. സ്ലോ കുക്കായിരിക്കും നല്ലത്. ലോ ഫ്ലെയിമിൽ ചെയ്യാം. അടപ്പ് തുറന്നപ്പോൾ നല്ല സ്മെല്ലുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ നല്ല ഫ്രൈ ആയി, ഉള്ളിയൊന്നും കാണാനേ ഇല്ലാതായി. അപ്പോൾ നമ്മളെ കടുക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.